ചൂണ്ടിട്ടിട്ട് നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത മീൻ കിട്ടി ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, ദിസ് ഈസ് ഹാപ്പി ബോക്സർ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി നമ്മൾ ചൂണ്ടിടാൻ വന്നേക്കാണ്. ഒന്ന് കാണിച്ചിട്ടാ അവിടെ ഇവിടെ ഉണ്ട്. അതെ, ഒരുത്തൻ്റെ ക്യാമറയുടെ പുറകിൽ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ അതെ വീണ്ടും റോഡും റീലുമായിട്ട് ഇറങ്ങിയേക്കണം മീൻ പിടിക്കാൻ വേണ്ടി. നമ്മുടെ ഫ്രോഗുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് നേരെ മീൻ പിടിക്കാൻ നമുക്ക് പോവാം അല്ലേ? എന്താ പറയാനുള്ളത് നമുക്ക്? അതെ, അതിക്കെന്നാ പറയല്ലേ? ഞാനിന്നാ എടാ നിൽക്കാ ആദ്യം നമ്മളെന്നും ഇത് പറഞ്ഞിട്ടല്ലേ നമ്മൾ ചൂണ്ടിടാൻ പോണേ. അതെ, ഞാൻ ഇറങ്ങണതിന് മുന്നേ തന്നെ പറഞ്ഞു മീൻ പോലില്ല, നമ്മളൊന്നും കേറില്ല. അതെ, നമ്മളെന്നും ഇങ്ങനെ പറഞ്ഞിട്ടാ പോണേ മീൻ പിടിക്കും പറയാം, പക്ഷെ ഒറ്റ മീൻ പോലും കിട്ടില്ല. അല്ലേ മനല്ലേ മീൻ കിട്ടില്ലേ? അതെ, ആര് പിടിക്കും? നമ്മൾ പിടിക്കും. അതെ, ബി പോസിറ്റീവ്. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നും പോണ സ്ഥലത്ത് തന്നെ പോകണം, പക്ഷെ നമ്മൾ വേറെ വഴിക്കോടെയാണ് പോകുന്നത് അല്ലേ? മൊത്തം കുറ്റിക്കാടാ. അതെ, കപ്പക്കാടിൻ്റെ കിടക്കോടെയാണ് പോകുന്നത്. എന്താ തമ്പുരാനി ഇതെന്നാ ആമസോൺ കാടാ? കപ്പത്തോട്ടോളാ ഇവിടെ. അത്രയ്ക്കൊന്നുമില്ല. ആ വീഡിയോ കട്ട് ചെയ്യണം. ഇല്ല, അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഒരു മീനെ പിടിച്ചാലേ കയറുള്ളൂ അല്ലേ? അതത്രേ ഉള്ളൂ. ബി പോസിറ്റീവ്. ഇവന്മാരിന്ന് മീനെ പിടിച്ചിട്ടേ കയറുള്ളൂ. മറ്റേ തവള കഴിഞ്ഞില്ലേ? അത് മതിരാ വെച്ച്. അയ്യോ ഗൈസ്, അപ്പോൾ ഇതേ നമ്മൾ ചൂണ്ടിടാൻ സ്ഥലമെത്തി. ഞങ്ങൾ രണ്ടുപേരും ആദ്യം പോയൊരു കുളമുണ്ട് അവിടെ, അതിനകത്താണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനകത്ത് നമുക്ക് പിന്നെ പറയാനുള്ള ഇനിയൊന്നും പറയാനില്ല. നമുക്ക് ആദ്യം അവിടെ പോയി മീനുണ്ടോന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കാനയിലേക്ക് നമുക്ക് പോകാം. എന്ന് പോണ സ്ഥലത്തേക്ക് നമ്മളിന്ന് എന്തായാലും മീൻ പിടിക്കും അല്ലേ? കോപ്പ് പിടിക്കും. സൂപ്പർ. അതെ, ആദ്യം എന്തെങ്കിലും നോടി തിരിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞേ. മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, ഒരു കാര്യം പറയാനുള്ള ഇവിടെ വഴിയില്ല. കാണുന്ന കുഴി നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ആണോന്നേ. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. എന്നാ അതി പുറത്തില്ല, വേണമെങ്കിൽ നോക്കൂ ഗൈസ്. മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട് ഗൈസ്. നമുക്ക് കഴിച്ചുകൊണ്ട് ഇടുന്നുണ്ട്. നമ്മൾ റോഡും ഡ്രില്ലും ഇടുന്നുണ്ട്. നമ്മൾ റോഡും ഡ്രില്ലും അപ്പുറമാണ് ഇടണം. ഇവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിട്ട് മീൻ പിടിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. ഇങ്ങോട്ടേക്ക് ഗൈസ് നമുക്കൊരു അബദ്ധം പറ്റി ഗൈസ്. കഴിഞ്ഞ ചൂണ്ടിടാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഞാനൊരു കൂട് നിറച്ച് നേരം പിടിച്ചു വെച്ചു. എന്നിട്ട് ആ കൂടി നിന്ന് തുറക്കാണ്ട് നമ്മൾ നേരെ ചൂണ്ടിടാൻ പോയി. പക്ഷെ അതിനകത്ത് ഒറ്റ ഏരമില്ല. നൈസായിട്ട് മൂഞ്ചി ഇനി വീട്ടിൽ പോയി കുറച്ച് നേരം പിടിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടക്കുവാണ്. ആ കണ്ടത്തിൻ്റെ അപ്പുറം വരെ പോകണം. അമ്മമാരവിടെ ചൂണ്ടിട്ടുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക് അല്ലട്ടെ, ഹേരം പിടിക്കട്ടെ. ഗൈസ് വന്ന വഴി വീണ്ടും തിരിച്ച് നടക്കുകയാണ്. അയ്യോ, അപ്പോൾ വീടെത്തുന്നു, ഹേരം പോയി പിടിക്കുന്നു, തിരിച്ച് നടക്കുന്നു. നമ്മൾ മീൻ പിടിച്ചിരിക്കുന്നു ഉറപ്പാണ്. അങ്ങനെ കുറേ നേരത്തെ കിളക്കിയ ശേഷം നമുക്ക് അത്യാവശ്യം ഹേരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി അവന്മാർ നിൽക്കണോടത്തേക്ക് പോവാം. അവന്മാർ അങ്ങേറ്റത്താണ് ഗൈസ്, മറുത്തു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മൾ ആദ്യം വന്നപ്പോൾ ഞാനൊരു ബാഗ് കാണിച്ചിരുന്നില്ല അവൻ്റെ തുളത്തെടുക്കണേ. അതിനകത്ത് ചൂണ്ട ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ റീലുണ്ടായിരുന്നു. അതിനകത്ത് എന്തേ ഒരു പുതപ്പൊക്കെ എടുത്താണ് വന്നേക്കണേ. അവിടെ മടുത്തേമ്പോൾ വിരിച്ച് കിടക്കാമെന്നും പറഞ്ഞ് കാണിച്ചാൽ ഇത്രയും നേരം ഞാൻ വീഡിയോ എടുക്കണത് തൊട്ട് മുമ്പ് വരെ പുതപ്പും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മടക്കി അവിടെ വെച്ചേക്കുക. ചിലട്ടെ കാണിച്ചു തരാം ഗൈസ്. നോക്ക് ഗൈസ്, മുതച്ചിരിക്കണേ. കൊതുക് അടിക്കേണ്ടെന്ന് ഓർത്തായിരിക്കും. നമ്മൾ ആദ്യത്തെ ചൂണ്ടിരുന്നു. അവന്മാരവിടെ ചൂണ്ട സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചൂണ്ട ഇങ്ങോട്ടാണ്. മീൻ കിട്ടട്ടെ. അതാടോ മീൻ പിടിച്ചോന്നൊരു ഡൗട്ട് ഉണ്ട്. വലിച്ചോണ്ട് പോവാണ്. പിടിച്ചു. ഇല്ല ഗൈസ്, വലിച്ചോണ്ട് പോയായിരുന്നു. എനിക്കാറിലും ഒന്ന് കോർത്താ. മീൻ അവിടെ കൊത്തുന്നുണ്ട് ഗൈസ്. കാണാൻ പറ്റുന്ന അറിയത്തില്ല. അത് വെച്ചോട്ടാ. അതൊന്നും വേണ്ട, അത്ര നീട്ടം വേണ്ട. മുറിച്ച
വലിക്കാൻ വരുമ്പോ പയ്യെ വലിച്ചോടും അടിപോയി. ഗൈസ് നിങ്ങൾ കണ്ടില്ലേ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ മീനുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും പിടിക്കണം. ഓക്കെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അടുത്ത ചൂണ്ടിട്ടിട്ടുണ്ട്. മീൻ മണ്ണുണ്ട്. പിടിച്ച് ശരിക്കും പൊക്കോട്ടേടാ. ഞാൻ പറയുമ്പോൾ ഒറ്റ പൊക്ക് വെക്കുന്നുണ്ടോ? ഒറ്റ പൊക്ക് ഗൈസ് കിട്ടി ഗൈസ്. കിട്ടി ഗൈസ്. അതെ ഫസ്റ്റ് റണ്ണർ. അതെ ആദ്യം ഇവിടെ നോക്കാം എന്നാ പറയാനുള്ളേ. ആദ്യത്തെ പേരും രണ്ടാമത്തെ പേര് ഞാൻ നോക്കിയാ പലതും നടക്കും. നമ്മളിത് കൊറേ സമ്പാദിക്കും. കിലോന്ന് പറഞ്ഞത് അങ്ങനെ നമ്മളിന്നാളെ തോട്ടിക്കൂടെ മൊത്തം ഓടി നടന്നപ്പോ ഇവിടെ വന്നാൽ മതിയായിരുന്നു. അതെ ഇങ്ങോട്ട് പിടിച്ചേ. ചെമ്പല്ലിയും കൂടെ ഉണ്ട് ഇവിടെ. അങ്ങനെ ആദ്യത്തെ മീൻ ഗൈസ്. അങ്ങനെ നമുക്ക് മീൻ കിട്ടി. നമുക്ക് ആദ്യം കിട്ടിയതിനല്ലേ സൈസ്. അതെ ഗൈസ് ഒത്തിരി നാൾ കൂടിയാ നമുക്ക് മീൻ കിട്ടുന്നത്. അതെ അടുത്തൊരു വേഗം ചാടി. അതെ അതെ ഗൈസ് അടുത്ത മീൻ കിട്ടി ഗൈസ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മീൻ കിട്ടി. ഭയങ്കര സൈസ് ഒന്നും പറയാനില്ല. ഭയങ്കര സൈസ് സാധനം. കുളത്തിൽ നിന്നാണ് ഗൈസ് നല്ല സൈസ് സാധനങ്ങൾ കിട്ടുന്നത്. കൂടുതലാ. അതെ ഗൈസ്. അയ്യോ ഗൈസ് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ മീൻ ഇതാണ്. അപ്പോൾ അതെ ഫെലിക്സ് പിടിച്ച അവൻ ഇങ്ങനെ ഇരിക്കാണ്ടിരിക്കുക ഗൈസ്. അവൻ തന്നെയാണ് ഗൈസ് മീൻ പിടിക്കാൻ തുടക്കം ഇട്ടത്. മീൻ എന്ന് പറയുമ്പോൾ നിറച്ച് മുള്ളുള്ള മീനാ. കറുകപ്പ അല്ലടാ പൊട്ട കറുപ്പ്. അവന്റെ മൈക്കിലേക്ക് വരാം. ആദ്യം മീനിന്റെ പേരൊക്കെ ചോദിക്കും. മീനിന്റെ പേരെന്ന് പറഞ്ഞേ നമ്മുടെ യൂട്യൂബിൽ പറയാൻ കൊള്ളില്ല. ഇതിപ്പം വേറെ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പറയുക. ഗൈസ് അടുത്ത അവന്മാരിടട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല അടുത്ത് നല്ല അരത്തിന് കൊടുത്തിട്ടാ. ഇടയ്ക്ക് മണ്ടം കൈ കഴുകും. വെള്ളം അനക്കും. ആകെ ചെറിയ കുളമാണ് അല്ലേ ഇങ്ങനെ പറയാനല്ലേ. പക്ഷെ കുളത്തിനേക്കാളും ഇനി ഇവന് മയക്ക് വേണ്ട. ഇനി മീൻ പിടിക്കാൻ അറിയത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആൾ മെയിൻ ആൾക്ക് കൊടുക്കാം. ഫിലിപ്പേ ഫിലിപ്പേ അതെ പറ ഇങ്ങോട്ട്. നമ്മൾ അടുത്ത മീൻ കൊത്താൻ നോക്കിക്കോണ ചൂണ്ടയുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അത് നമുക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്ത് വെക്കുക അവൻ. അപ്പം മീൻ കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇതിലായിട്ട് ഞാൻ ചൂണ്ടിട്ടില്ല. മീൻ കിട്ടിയില്ല. നമ്മുടെ ബ്ലാക്ക് ക്യാറ്റ്സ് ഉണ്ടല്ലോ കൂടെ അല്ലേ. ഓഹോ ആദിയുടെ പുഴു. അതെ ആദ്യം ഞാനിടാൻ പോണേ. മൂലയ്ക്ക് വന്നിട്ടോട്ടെ. സച്ചുവിന്റെ റോഡും എൻ്റെ റീലും. അവൻ അവിടെ നിന്ന് ചൂണ്ടി വരണം. ഞാൻ ഇവിടുന്ന് നമ്മളൊരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട്. ഗൈസ് ഇവിടെ ഒരെണ്ണം കൊത്തുന്നുണ്ട് ചൂണ്ടയിൽ മീൻ. ചൂണ്ടിട്ടിട്ട് നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെ നമ്മളെന്നാലും എന്നെ തിരിച്ചു വിടും അല്ലേ. പിടിച്ച വ്യക്തിനെ ആമേനെ കൂടെ ഒരുമിച്ച് ഒരു ഫ്രെയിമിലേക്ക് വെച്ച് അതിന്റെ കൈ കണ്ടോ. അതിന്റെ അത്തലാണ് ചൂട് കൂടിയേ. ഊരി വളാവേ ഒന്ന് പിടിക്കാൻ വേണ്ട. വന്നാ ചൂണ്ടയൊക്കെ ഊരി ചടി പിയന്റെ. എല്ലാവരും കിലോ 1 കിലോ ഒന്നും ഇല്ലേനോ. പിടി പേടിച്ചിട്ട് തൂറിപ്പോയി. നമുക്ക് ആമേനെ കിട്ടി. ആദ്യം നീ ഒരു ഫ്രെയിമിലേക്ക് നീ ആമയും കൂടെ ഒരു ഫ്രെയിമിലേക്ക് ചീറ്റിച്ച് ഇതാണ് നമുക്ക് കിട്ടിയ ആമ. ഇതവനാണ് പിടിച്ചത്. നമ്മൾ തന്നെ അതിനെ തിരിച്ച് ഇതിന്റെ സാമ്രാജ്യത്തിലേക്ക് വിടും. അതെ ചൂണ്ട ഇട്ട് പിടിച്ചവൻ തന്നെ വിടും. ആ സൈഡിലേക്ക് വെച്ചാൽ തിരിച്ചെടുക്കാൻ നോക്കുവേ.
തിരിച്ചെടുക്കാൻ നോക്കിയല്ല കൈ ഗൈസ് എന്നാലും നമ്മൾ പിടിച്ച ആമനെ നമ്മൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. അതെ ഗൈസ് ആമ അപ്പിട്ടു അല്ലേ, ആമ അപ്പിട്ടു. അതെ ഗൈസ് കുറെ നേരം നമുക്ക് 3 മീൻ മാത്രമേ കിട്ടുള്ളൂ. അത് ഇപ്പം ഒന്നും കിട്ടിയിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് മീൻ കിട്ടിയത്. 4ാമത്തെ മീൻ കിട്ടുന്നത് അറിയാം. മണ്ടൻ ആമേനെ എടുത്ത് മീൻ്റെ മുകളിലേക്ക് ഇട്ടു. എന്നാ ചെന്നിട്ട് കാട്ടണേ. നമ്മൾ കുഴിയുടെ അവിടുന്ന് ഇപ്പം കാനയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അതെ അവിടുത്തെ വെയിൽ കൂടിയ കാരണം അവിടുത്തെ മീനൊക്കെ താന്നുപോയി. അതെ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗൈസ് നമ്മൾ പറഞ്ഞാൽ ഈ പ്രാവശ്യം മീൻ പിടിക്കുമെന്ന് നമ്മൾ പിടിച്ചു. അപ്പോൾ ആ മീൻ കിട്ടാത്ത ശാപം അങ്ങ് മാറി കിട്ടി ഗൈസ്. അതെ ഇല്ലേ നമ്മുടെ മീൻ കിടക്കുന്നു. നമുക്ക് ഇതിലേ പോവാം. ഇതിലേ നമ്മൾ വന്ന് സ്ഥിരം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കയറിക്കോ. കാരണം നമ്മളെപ്പോഴും തട്ടിയിട്ട് വേണം കയറാൻ. സേഫ്റ്റി ഈസ് ഫസ്റ്റ് അല്ലേ? അതെ അതെ. അയ്യോ കുടുങ്ങിയതാ. വലത്തെ ഇങ്ങോട്ട് ഉറപ്പാണ് കിട്ടൂല. കിട്ടുമോ? കണ്ടിട്ട് എന്താ അഭിപ്രായം? കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് നമുക്ക് പ്രതീക്ഷ വെക്കാം, ചിലപ്പോൾ കിട്ടിയാലോ. പറഞ്ഞ വരളാണോളേ. മറ്റേ സാധനം കാണൂടാ. ഗൈസ് നാലാമത്തെ മീൻ കിട്ടി. അങ്ങോട്ട് കിട്ടോ? ആദ്യം കിട്ടിയതിനേക്കാളും ചെറിയ മീനാ. നമ്മൾ ഇനിയും ഇടാം. രാശിക്കുറവില്ലാട്ടോളി എന്ന്. രാശിക്കുറവില്ല. അതെ മീനുണ്ട് ഗൈസ്. മീൻ ഇറങ്ങി തുടങ്ങി. മീൻ ഇറങ്ങണ്ടപ്പോൾ ഇറങ്ങി തുടങ്ങി ഗൈസ്. ഇട്ട് നോക്കും. ഈ മീൻ ചെറിയ സൈസായി പോയി. അതേ ഉള്ളൊരു സങ്കടം. വലിയ സൈസ് ഉണ്ട് അല്ലേ? ഏറ്റവും മുഴുത്ത ഒരു സൈസ് കിടപ്പുണ്ടല്ലോ, അത് മതി ധാരാളം. ഗൈസ് ചെറിയൊരു പരലും കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഒരു വലിയ പ്രശ്നമുണ്ട്, ഇവന് ചൂണ്ടയിടാറിയാം, പക്ഷെ ചൂണ്ടയിൽ മീൻ വരാൻ അറിയത്തില്ല. ഗൈസ് അങ്ങനെ നമുക്ക് അടുത്ത മീനെ കിട്ടി. നമ്മൾ ഇനിയും ഇടാൻ പോവാണ്. ഗൈസ് വലിയ മഴ വരുന്നുണ്ട്, നോക്കൂ. അതെ ഗൈസിന് ഇടുക്കിക്ക് റെഡ് അലേർട്ടാന്ന് പറയട്ടെ. മുടിഞ്ഞ വെയില് അല്ലേ? അതെ ഭയങ്കര കാറ്റാണ് ഗൈസ്. പറയണ കേൾക്കണ്ടോന്നറിയില്ല, പതറച്ചുണ്ടെന്നറിയില്ല. പിന്നെ ഗൈസ് ഈ കാനയിൽ വെള്ളം പറ്റി. നമ്മൾ കണ്ട മൂട്ടിക്കൊണ്ടാണ്. അപ്പുറം സൈഡിലേക്ക് നോക്കാം, ഇതിനൊക്കെ പോയി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഗൈസ് നമ്മൾ ചൂണ്ടയിടുന്നതിനിടയ്ക്ക് വൻ മഴ പെയ്തു, നോക്കൂ. അതെ അതെ വലിയ മഴ ഇങ്ങോട്ട് ചാടുന്നില്ല. ഞങ്ങൾ മരത്തിന്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അതെ സെറ്റപ്പാണ്. മഴ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അവൻ കോൺസെൻട്രേഷൻ വേണ്ടിയാണ് ഗൈസ് ചൂണ്ടിടുന്നത്. നമുക്ക് മിണ്ടായിരിക്കാം. ഗൈസ് അങ്ങനെ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളെല്ലാവരും ഓടി അമ്പലത്തിൻ്റെ ഇവിടെ സംഭവത്തിൽ കയറി വന്നിരിപ്പുണ്ടത്. അവന്മാരവിടെ പോയി കിടപ്പുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മഴ കുറയുമ്പോൾ പിന്നെ ചൂണ്ടയിടാൻ പോകണം ഗൈസ്. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചൂണ്ടയിടാൻ പോകണം. നമ്മൾ വീണ്ടും കാനക്കകത്തേക്കാണ് പോകുന്നത്. എല്ലാവന്മാരും ഉണ്ട്. നമ്മുടെ മീൻ കിടന്ന് പെട്ടയ്ക്കണു അല്ല, എന്നാ പറയാനുള്ളത്? ചിലപ്പോൾ എന്നാ പറയാനുള്ളത്? നമ്മൾ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിക്കാൻ പോവുകയാണ്. മഴ കഴിഞ്ഞ അതെ ഈ പ്രാവശ്യം മീൻ കിട്ടും. അങ്ങനെ ഗൈസ് നമുക്ക് മീൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി നമ്മൾ തീർന്നു കിട്ടി അല്ലേ? ഞാനുണ്ടായിരുന്നില്ല കൂടെ. ഇനി ഫിലിപ്പ് വന്നെ ഐശ്വര്യ, ഫിലിപ്പും മനും വന്നതിൻ്റെ അല്ലേ മോനല്ലേ? ഇവിടെ പറ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നാ പറയാനുള്ള? അതെ അത് ഗൈസ് ആ കാര്യം മറന്നു. ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കിട്ടി നമുക്ക് വരാലിനെ കിട്ടി. വരാലിനെ അതെ വരാല് കിട്ടി. കണ്ടോ ഗൈസ്? ബിലാല് കൊച്ചി പഴയ കൊച്ചല്ല, ബിലാല് പഴയ ബിലാല അല്ലടാ. അച്ഛനെ മതിലെ ഞാൻ പറഞ്ഞത് ഇപ്പൊ താഴെ പോകുന്നത് വണ്ടി ഇഞ്ഞിട്ടിട്ട് കാര്യമില്ല. വരാലിന്റെ വായിൽ കൊളുത്തിയില്ലായിരുന്നു. അപ്പൊ തന്നെ മീൻ പൊക്കിയപ്പോ തന്നെ ചാടിപ്പോയി. നമുക്ക് ഇനിയും ചൂണ്ടിടാം. ഗൈസ് ദേവന്മാരവിടെ പായും പിരിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ഫിലിപ്പും ഞാനും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക. ഒരെണ്ണം ഇവിടെ കൊത്തിയിട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അപ്പുറം പറഞ്ഞ് ഇട്ട് നോക്കാം. തണലൊപ്പിക്കുന്നുണ്ട്, ഭയങ്കര വെയിലാണ്. ഗൈസ് നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് നേരെ കുളത്തിലേക്ക് വേണം. ഇവിടെ ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. നമ്മൾ ചൂണ്ട കൊത്തിയിട്ടേക്കാണ്. നമുക്ക് നേരെ കുളത്തിലേക്ക് പോകാം. ഇവിടെ രണ്ട് വഴിപോക്കര് പായം പിരിച്ച് കിടപ്പുണ്ട്. എന്തെങ്കിലും പരാതി കിട്ടിയില്ല? ഓക്കെ
ഗൈസ് അങ്ങനെ 5ാമത്തെ മീനും കിട്ടിയിട്ടുണ്ട്. ചിരിക്കൊണ്ട് ചെറിയ സൈസാണ്. അപ്പോൾ നമ്മൾ എന്നാലും സ്ഥലം മാറ്റുമല്ലേ? സ്ഥലം മാറ്റാം ഇവിടെ നിന്ന് ശരിയാവില്ല. പോവാൻ നേരെ സ്ഥലം മാറ്റാം. ഗൈസ് ഞാനും ഫിലിപ്പും കൂടെ കുളത്തിലേക്ക് ചൂണ്ടിടാൻ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. അവന്മാരെ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നേരെ കുളത്തിലേക്ക് പോകാം. റോഡിൽ പോയാനുള്ള ഗൈസ് ഞങ്ങൾ കുളത്തിൻ്റെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇട്ടോടാ അങ്ങോട്ട് ഇട്ടോ. ഗൈസ് ചൂണ്ടിടുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നിർത്താൻ പോകുന്നത്. ഇതാണ് ലാസ്റ്റത്തെ ഇടൽ. ഈ മണ്ണുണ്ടട്ടാ, മണ്ണുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. കാരണം എന്നാ, കുളത്തിലൊന്നും മീൻ കിട്ടുന്നില്ല മച്ചാനെ. അതെ, നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ്. കാരണം നമ്മൾ അവിടെ നിന്ന് തുടക്കം ഇട്ടേ. അവിടുത്തെ മീനുകൾക്കെല്ലാം മനസ്സിലായി നമ്മൾ മീൻ പിടിക്കാൻ വന്നതാ. അത് കാരണം ബുദ്ധിപൂർവ്വം അവർ മീൻ ചൂണ്ടിടുമ്പോൾ ചൂണ്ടിട അറ്റത്തുള്ള ഇരത്തിനെ കണ്ടിട്ട് പോയി. മണത്ത് നോക്കിയിട്ട് പോയി അവർ. അതെ ഗൈസ്, അങ്ങനെ പരിപാടിയില്ല കാണിച്ചു. അതെ. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. വലിയ മഴ വന്നുണ്ട്. ഇന്ന് റെഡ് അലേർട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഉച്ച വരെ ഭയങ്കര വെയിലായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടും. ഉച്ച കഴിഞ്ഞാൽ അതിന് ഭയങ്കര മഴയായി. അപ്പോൾ അവന്മാരവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചൂണ്ടിടാൻ പോയിട്ട് അവസാനം നമുക്ക് മീൻ കിട്ടി അല്ലേ? അതെ, നമുക്ക് മീൻ കിട്ടി. അതെ, ചുരുക്ക പറഞ്ഞില്ലേ? അല്ല, നമുക്ക് മീൻ കിട്ടി. അതെ, മീൻ കിട്ടി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നാ പറയാനുള്ളത്? പറയടാ. സൂപ്പർ. അതെ, സൂപ്പർ. അതിക്കാണ് പറയാനുള്ളത്. അതെ, മീൻ കിട്ടിയില്ലേ? അതെ, നോക്ക് ഗൈസ്, നമ്മുടെ മീൻ കിടക്കണം. ഒരാമയും കിട്ടി. അതെ, ഫിലിപ്പിന് എന്നാ പറയണ്ടേ? അല്ല, ഇന്നത്തെ ഒരു റെഡ് അലേർട്ടായിട്ട് നമ്മൾ അവധി കിട്ടി കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അല്ലാത്തപ്പോൾ വീട്ടിൽ ചുമ്മാ ബോറടിച്ചിരിക്കുമ്പം അതെ ചുമ്മാ ബോറടിച്ചിരിക്കുക. ഇന്ന് ഇവൻ പറഞ്ഞു ഒരു വീഡിയോ എടുക്കാം, വ്ളോഗ് എടുക്കാം, മീൻ പിടിക്കാൻ പോവാം, ഒരു വ്ളോഗ് എടുക്കാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട് ഗൈസ്. അതെ, അടുത്ത വലിയ മഴ വരുന്നുണ്ട് ഗൈസ്. അതിന് തുള്ളി തുടങ്ങി. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്. അയ്യോ ഗൈസ്, ദേ മഴയൊക്കെ അത് പോണ വഴിക്ക് ബക്കറ്റ് വെള്ളം നിറച്ചു ഒരു മീൻ ചാടിപ്പോയി. അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് അത്യാവശ്യം വലുതായിരുന്നു. മണ്ടന്മാര്. അതെ, മണ്ടൻ. പൊത്ത് കൈ കൊണ്ട് പൊത്തി പിടിച്ചു നോക്ക്. വാ, അഞ്ഞു പോവാം വാ.